ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രായോഗിക തലത്തിൽ എങ്ങനെ പുറപ്പെടുവിക്കുവാൻ കഴിയും? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുന്നു. പ്രതിസന്ധികൾ വരുന്നു, അനുകൂല സാഹചര്യങ്ങൾ വരുന്നു, ശാരീരികമാകുന്ന പ്രതിസന്ധികൾ വരുന്നു. ഈ സമയത്തൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എതിർപ്പുകളെ കീഴ്പ്പെടുത്തുവാൻ കഴിയും, എതിർ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറപ്പെടേണ്ടത്. എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും? പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ജീവിതത്തിലെ പ്രായോഗിക കാര്യങ്ങളിൽ പുറപ്പെടുവിക്കുവാൻ കഴിയും? ഈ ഗൗരവമേറിയ ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ചിന്തകൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനമായി തീരും. ദയവായി ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഈ സന്ദേശം പങ്കുവയ്ക്കുവാൻ തയ്യാറാകുക. അവർ കൂടെ കണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ ആലോചനയുടെ കാതലായ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം ശക്തി ഏവനായ ഭാഷയിൽ ഡ്യൂനാമിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനാമിസ് എന്നോ അല്ലെങ്കിൽ ഡുനാമിസ് എന്ന വാക്ക് സാധാരണയായി നമ്മൾ കേൾക്കുന്നുവല്ലോ. ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശക്തിക്ക് വേണ്ടി ഡ്യൂനാമിസ് എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഏവനായ ഭാഷയിൽ ശക്തിക്ക് വിവിധ വാക്കുകളുണ്ട്, വിവിധ പദങ്ങളുണ്ട്. മലയാളത്തിൽ തന്നെ ബലം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, വല്ലഭത്വം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, ശക്തി. അങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളുമായുള്ള ബന്ധത്തിൽ വ്യത്യസ്ത വാക്കുകൾ കാണുവാൻ കഴിയുന്നു. യവനായ ഭാഷയിൽ അപ്പോസ്തലപ്രവൃത്തി 1:8 നമുക്ക് ഡ്യൂനാമിസ് എന്ന വാക്കാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ മറ്റു വാക്കുകളും യവനായ ഭാഷയിലുണ്ട്. മറ്റൊരു വാക്കാണ് ക്രാറ്റോസ് എന്ന ഒരു വാക്ക്. ക്രാറ്റോസ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം ആ നിലയിൽ വരണമെന്നില്ല. എന്നാൽ സ്ട്രോങ് ബൈബിളിൽ പോകുമ്പോൾ സ്ട്രോങ് ബൈബിളിലെ യവനായ വാക്കുകളുടെ അർത്ഥം ആ ഭാഗത്ത് നമുക്ക് ക്രാറ്റോസ് എന്ന വാക്ക് കാണുവാൻ കഴിയുന്നു. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ, ആ വാക്കാണ് ബലത്തിൻ എന്ന വാക്ക്. മലയാളത്തിൽ ബലം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, ഇംഗ്ലീഷിൽ പവർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. യവനായ ഭാഷയിൽ ക്രാറ്റോസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ഭാഗമാകുന്ന വല്ലഭത്വത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ. അവിടെ വല്ലഭത്വം എന്ന ആ പദത്തിന് യവനായ ഭാഷയിൽ ഇസ്കിസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇസ്കിസ് എന്ന വാക്ക്. അപ്പോൾ വ്യത്യസ്തമാകുന്ന വാക്കുകളായല്ലോ. ഡ്യൂനാമിസ് എന്ന വാക്ക് കാണുവാൻ കഴിയുന്നു, ക്രാറ്റോസ് എന്ന വാക്ക് കാണാൻ കഴിയുന്നു, ഇസ്കിസ് എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഗ്രീക്ക് ഭാഷയിലെ ഈ വാക്കുകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് കുറേ കൂടെ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ വാക്കുകളൊന്ന് തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത സാഹചര്യങ്ങളുമായുള്ള ബന്ധത്തിലാണ് ആ ഭാഷയിലെ ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. എസ്കിസ് എന്ന വാക്ക് പവറിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ഒരു സാഹചര്യം വ്യത്യസ്തമാകുന്നു. ഇനി വേറൊരു വാക്യമുണ്ട്,
എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇംഗ്ലീഷിൽ പവർഫുൾ എന്നുള്ള വാക്കാണ് അവിടെ വരുന്നത്. യവനായ ഭാഷയിൽ കാണുന്നത് എനർജസ് എന്ന വാക്കാണ് കാണുവാൻ കഴിയുന്നത്. എനർജസ്, അവിടെ പവറിന് എനർജസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഡ്യൂനാമിസ് എന്ന വാക്കായി, ക്രാറ്റോസ് എന്ന വാക്കായി, ഇസ്കിസ് എന്ന വാക്കായി, എനർജസ് എന്ന വാക്കായി, ഇനി വേണേ എക്സോസിയ എന്ന വാക്ക്, അത് അതോറിറ്റിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ പവറുമായിട്ടുള്ള ബന്ധത്തിലും എക്സോസിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എക്സോസിയ എന്ന വാക്കും വേണമെങ്കിൽ സ്വീകരിക്കുവാൻ കഴിയും. അങ്ങനെ യവനായ ഭാഷയിൽ വ്യത്യസ്തമാകുന്ന വാക്കുകൾ കാണാൻ കഴിയുന്നു. ഡ്യൂനാമിസ്, ക്രാറ്റോസ്, എസ്കിസ്, എനർജസ് ആൻഡ് എക്സോസിയ. ഈ വാക്കുകൾ സാഹചര്യങ്ങളുമായുള്ള ബന്ധത്തിലാണ്. ഡ്യൂനാമിസ് എന്ന വാക്ക് എടുക്കുകയാണെങ്കിൽ അത് മിറക്കിളുമായുള്ള ബന്ധത്തിലാണ് ആ പദം വരുന്നത്. ഒരു മിറക്കിൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ശക്തി പുറപ്പെടുന്നുണ്ട്. ശക്തി കൂടാതെ മിറക്കിൾ സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന ശക്തിക്ക് ഡ്യൂനാമിസ് എന്ന് പറയുവാൻ കഴിയും. ക്രൈസ്തവ മാർഗമെന്ന് പറയുന്നത് അത്ഭുതങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അത്ഭുതങ്ങളാകുന്നുവല്ലോ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനം, ആ കന്യകാജനനം ഒരു മിറക്കിളാണ്. മനുഷ്യ ചിന്തകൾക്കോ മനുഷ്യബുദ്ധിക്കോ അതിന് വിശദീകരണങ്ങളൊന്നും കൊടുക്കുവാൻ കഴിയത്തില്ല. അതൊരു മിറക്കിളാണ്. ആ മിറക്കിളിൽ ശക്തി പുറപ്പെടുന്നുണ്ട്, ശക്തി പ്രകടമാകുന്നുണ്ട്. ശക്തി കൂടാതെ ആ മിറക്കിൾ സംഭവിക്കത്തില്ല. ആ മിറക്കിൾ സംഭവിക്കണമെങ്കിൽ, ആ അത്ഭുതം സംഭവിക്കണമെങ്കിൽ അവിടെ ശക്തി പുറപ്പെടേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് ഗബ്രിയേൽ ദൂതൻ ലൂക്കോസിൻ്റെ സുവിശേഷം 1:35 പറയുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. മറിയോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. അത്യുന്നതൻ്റെ ശക്തി, ആ ശക്തി അത് ഡ്യൂനാമീസ് പവറാണ്. ഡ്യൂനാമീസ്, മിറക്കിളിൽ വെളിപ്പെടുന്ന ശക്തിക്ക് യവനായ ഭാഷക്കാർ അവർ ആ ഡ്യൂനാമീസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അതൊരു മിറക്കിളാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറപ്പെട്ട ഒരു സന്ദർഭമാകുന്നു യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അവിടെ പുറപ്പെട്ട ആ ശക്തി, അതിന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി എന്ന് തന്നെ നമുക്ക് പേർ കൊടുക്കുവാൻ കഴിയും. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി അതൊരു മിറക്കിളാണ്, അതൊരു ഡ്യൂനാമീസാണ്. യവനായ ഭാഷക്കാർ ആ ഭാഗങ്ങൾ എഴുതുമ്പോൾ അതൊരു മിറക്കിളാകുന്നതിനാൽ ഡ്യൂനാമീസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഡ്യൂനാമീസ് എന്ന വാക്ക് മിറക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി ക്രാറ്റോസ് എന്ന വാക്ക്, ക്രാറ്റോസ് എന്ന വാക്ക് അത് ഡൊമീനിയനുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്, ഭരണവുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ്. ഒരു രാജാവ് ഭരിക്കുന്ന സന്ദർഭത്തിൽ ആ രാജാവിന് അധികാരമുണ്ട്. അധികാരമുള്ള രാജാവ് ഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നിലൂടെ പവർ പുറപ്പെടേണ്ടത് ആവശ്യമാണ്. ആ ഭരണം നടപ്പിലാക്കുവാൻ വേണ്ടി തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ടെറിട്ടറിക്കുള്ളിൽ തൻ്റെ ആ ഡൊമീനിയൻ നടപ്പിലാക്കുവാൻ വേണ്ടി, തൻ്റെ ഭരണം നടപ്പിലാക്കുവാൻ വേണ്ടി അവിടെ ശക്തി പുറപ്പെടേണ്ടത് ആവശ്യമാണ്. ഭരിക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന ശക്തി. അപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട് ശക്തി എന്നത് പറയുമ്പോൾ യവനായ ഭാഷയിൽ ക്രാറ്റോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ക്രാറ്റോസ്, ഭരണവുമായി ബന്ധപ്പെട്ട ശക്തി, അതിന് ക്രാറ്റോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇസ്കിസ് എന്ന വാക്ക് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഇസ്കിസ് എന്ന് പറയുമ്പോൾ ഈ വലിയ കുഴിയിൽ കിടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വെള്ളം, കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മോട്ടറുണ്ട്, ആ മോട്ടർ തന്നെ അതിൽ ഹോഴ്സ് പവർ എന്നല്ലേ പറയുന്നത്, അതിനകത്തും ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഹോഴ്സ് പവർ എന്നാണ് പറയുന്നത്. അപ്പോൾ കിണറ്റിൽ കിടക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് 3 നില കെട്ടിടത്തിൻ്റെ മുകളിലുള്ള ടാങ്കിനകത്ത് ആ വെള്ളം എത്തിക്കുന്നു. കിണറ്റിൽ കിടക്കുന്ന വെള്ളത്തെ വലിച്ചെടുത്ത് ഉയരത്തിലെത്തിക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് വെളിപ്പെടുന്നുണ്ട്. ആ സാഹചര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ യവനായ ഭാഷയിൽ ഇസ്കിസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു.
താഴെ കിടക്കുന്ന ഒരു കാര്യത്തെ ഉയരത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഫോഴ്സിന് എസ്കിസ് എന്ന് പറയുവാൻ കഴിയും. അവിടെ ഒരു പവറാണ് വ്യാപരിക്കുന്നത്, അതിന് എസ്കിസ് എന്ന് പറയുവാൻ കഴിയും. എനർജസ് എന്നുള്ള വാക്ക് അത് എബിലിറ്റിയുമായി ബന്ധപ്പെട്ട വാക്കാകുന്നു. നമ്മിൽ ഒരുപാട് പ്രാപ്തി, ദൈവശക്തി പ്രാപ്തിയായി, നമ്മിലുള്ള ശക്തി പ്രാപ്തിയായി വെളിപ്പെടും. ഓരോ കാര്യങ്ങൾ, കഴിവുകൾ, താലന്തുകൾ ഒക്കെ നൽകിയിട്ടുണ്ട്. ആ താലന്തുകളും കഴിവുകളും ഒക്കെ പ്രകടമാകണമെന്നുണ്ടെങ്കിൽ അവിടെ ശക്തി പുറപ്പെടേണ്ടത് ആവശ്യമാണ്. ആ ശക്തി എനർജസ്, ആ എബിലിറ്റിയെ പുറപ്പെടുവിക്കുന്ന ആ ഭാഗങ്ങളിൽ ശക്തി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ യവനായ ഭാഷയിൽ എനർജസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളുമായുള്ള ബന്ധത്തിൽ യവനായ ഭാഷയിൽ വ്യത്യസ്ത വാക്കുകൾ പവറിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു, ശക്തിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. അത് നമുക്ക് നൽകുന്ന ഒരു നല്ല ആലോചനയാകുന്നു. ശക്തി പുറപ്പെടുമ്പോൾ ഒരു നിലയിൽ മാത്രമല്ല ശക്തി പുറപ്പെടുന്നത്, വ്യത്യസ്തമാകുന്ന പ്രതലങ്ങളുമായുള്ള ബന്ധത്തിൽ ശക്തി വ്യത്യസ്തമാകുന്ന നിലകളിലാണ് പുറപ്പെടുന്നത്. ഒരു മിറക്കിൾ സംഭവിക്കുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. നിങ്ങളിൽ ഒരു മിറക്കിൾ സംഭവിക്കുമ്പോൾ, നിങ്ങളിലൂടെ ഒരു മിറക്കിൾ സംഭവിക്കുമ്പോൾ ആ സമയത്ത് ശക്തി പുറപ്പെടുന്നു. ഡൈനാമീസായിട്ട്, ഡ്യുനാമീസായിട്ട് ശക്തി പുറപ്പെടുന്നു. ഡ്യുനാമീസായിട്ട് ശക്തി പുറപ്പെടുന്നു. അതല്ല, നിങ്ങൾക്ക് ഒരു ടെറിട്ടറി കർത്താവ് ഭരിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുകയാണ്. ആ ഭരണ സംവിധാനം നടപ്പിലാക്കുവാൻ വേണ്ടി നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ ക്രാറ്റോസായി പുറപ്പെടുകയാണ്. ക്രാറ്റോസായി പുറപ്പെടുന്നു. ദൈവശക്തി ക്രാറ്റോസായി പുറപ്പെടുന്നു. കാരണം നിങ്ങൾ ഭരണത്തിലാണ്. ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഒരു ടെറിട്ടറിയുടെ മേൽ അധികാരം നൽകിയിരിക്കുന്നു. ആ ടെറിട്ടറിയുടെ മേൽ ഭരണം നടപ്പിലാക്കുവാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് ക്രാറ്റോസ് ശക്തി പുറപ്പെടുമ്പോൾ അതിന് വേണമെങ്കിൽ ക്രാറ്റോസ് എന്ന് വിളിക്കുവാൻ കഴിയും. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ താഴ്ന്ന തലത്തിൽ നിന്നുയർത്തി അതിനെ ഉയർന്ന പ്രതലത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി എസ്കിസ് നിങ്ങളിലൂടെ പുറപ്പെടുന്നു. അടിമത്വത്തിൽ കിടക്കുന്ന, കുഴിയിൽ കിടക്കുന്ന ചിലരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഫോഴ്സ്, ഇസ്കിസ്, ഒരു പവർ പുറപ്പെടുന്നു. ഒരു പവർ പുറപ്പെടുന്നു ആ അടിമത്വത്തിൽ കിടക്കുന്നവരെ ഉയരത്തിലെത്തിക്കുവാൻ വേണ്ടി. അങ്ങനെ മാത്രമല്ല, ചില പ്രത്യേക പ്രാപ്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ചില പ്രത്യേക കഴിവുകൾ പ്രാപ്തിയോടുകൂടെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം എനർജസ്, പവർ എനർജസായി വ്യാപരിക്കുന്നു, എനർജസായിട്ട് വ്യാപരിക്കുന്നു. ഈ ദൈവശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഈ വ്യത്യസ്ത വാക്കുകളിലൂടെ വിശാലമാകുന്ന അർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ, വ്യക്തിപരമാകുന്ന ശുശ്രൂഷകളിലൂടെ, ദൗത്യങ്ങളിലൂടെ പ്രകടമാക്കി സ്വാതന്ത്ര്യം വ്യക്തിപരമായി അനുഭവിക്കുകയും മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം പകർന്നു കൊടുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എങ്ങനെ പുറപ്പെടുവിക്കുവാൻ കഴിയും? ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറപ്പെടുവിക്കുവാൻ കഴിയും? ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതോറിറ്റി എന്ന വാക്കും പവർ എന്ന വാക്കും, ഇത് രണ്ടും വ്യത്യസ്തമാകുന്ന രണ്ട് കാര്യങ്ങളാണ്. അധികാരവും ശക്തിയും രണ്ടും വ്യത്യസ്തമാകുന്ന കാര്യങ്ങളാണ്. അധികാരം നമുക്ക് യേശുക്രിസ്തുവിൽ നിന്നാണ് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിൽ നിന്ന് നമുക്കത് ഡെലിഗേറ്റഡ് അതോറിറ്റിയാണ് ലഭിക്കുന്നത്. യേശുക്രിസ്തു നമുക്കത് നൽകുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. അതാർക്കാണ് കൊടുത്തത്? അപ്പോസ്തോലന്മാർക്കാണ് കൊടുത്തത്. അപ്പോസ്തോലന്മാർക്ക് അധികാരം കൊടുക്കുമ്പോൾ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. അപ്പോസ്തോലന്മാർക്കുള്ള അവരുടെ മേലുള്ള കോളിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതോറിറ്റിയും കോളിങ്ങും തമ്മിൽ ബന്ധമുണ്ട്. മാത്രവുമല്ല, അപ്പോസ്തോലന്മാർക്ക് യേശുക്രിസ്തുവിനോടുള്ള അടുപ്പം, അതോറിറ്റി എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി സെൻറ്റേർഡ് ആകുന്നു. പ്രോക്സിമിറ്റിയും അല്ലെങ്കിൽ ആ ക്ലോസ്നെസ്,
അതോറിറ്റി ഉള്ള വ്യക്തിയോട് നമുക്കുള്ള ക്ലോസ്നെസ്, ആ ക്ലോസ്നെസ് നമുക്ക് അതോറിറ്റി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. അതോറിറ്റി ഈസ് പ്രോക്സിമിറ്റി സെൻറ്റേർഡ് ആണ്. എന്നാൽ അവിടെ ആ അതോറിറ്റിയുടെ ഒരു കൈമാറ്റം നടക്കുമ്പോൾ അവിടെ നിയമപരമാകുന്നൊരു കാര്യമുണ്ട്, ലീഗലായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ അംബാസിഡർ അമേരിക്കയിലായിരിക്കുന്നു, ഇന്ത്യയുടെ പ്രതിനിധിയാണ്. ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഇന്ത്യയുടെ അംബാസിഡർ അമേരിക്കയിലായിരിക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആ അംബാസിഡറുടെ മേൽ അതോറിറ്റിയെ ഇമ്പാർട്ട് ചെയ്തിരിക്കുകയാണ്, ലീഗലി ഇമ്പാർട്ടഡ് ആണ്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആ ഉദ്യോഗം മുഖാന്തരമായിട്ട് താൻ അംബാസിഡർ ആകുന്നതിനാൽ അംബാസിഡർ എന്നുള്ള ആ പൊസിഷനിൽ ഇന്ത്യ ഗവൺമെൻറ് ലീഗലി തൻ്റെ മേൽ കൊടുത്തിരിക്കുന്ന അധികാരം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതോറിറ്റിയും പവറും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യത്യാസം ഇതാണ്. അതോറിറ്റി എന്ന് പറയുന്നത് ഇമ്പാർട്ടഡ് ആകുന്നു, അവിടെ നിയമപരമാകുന്നൊരു കാര്യമുണ്ട്. എന്നാൽ പവർ എന്ന് പറയുന്നത് ഗിഫ്റ്റാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഗിഫ്റ്റായിട്ട് നൽകിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഗിഫ്റ്റായിട്ട് പവർ നൽകിയിരിക്കുകയാണ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാർക്ക് അവർക്ക് യേശുക്രിസ്തു പകർന്നു കൊടുക്കുകയാണ്, അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും കോളിംഗ് ഉണ്ട്. എന്നാൽ ആ കോളിംഗ് ഉള്ളപ്പോൾ തന്നെ സ്പെസിഫിക് കോളിങ്സ് ഉണ്ട്, പ്രത്യേകമാകുന്ന വിളിയുണ്ട്. എല്ലാവർക്കും വിളിയുണ്ട്. രക്ഷിക്കപ്പെടുന്ന എല്ലാവരും കോളിംഗ് ഉള്ളത് കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. കോളിംഗ് ഇല്ലാത്ത ആർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. കർത്താവ് നമ്മളെ വിളിച്ചതാണ്. ആദ്യം നമ്മളല്ല കർത്താവിനെ സ്നേഹിച്ചത്, കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. നമ്മൾ കർത്താവിനെ വിളിച്ചതല്ല, കർത്താവ് നമ്മളെ വിളിച്ചത് കൊണ്ടാണ് നമുക്ക് കർത്താവിനെ വിളിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൽ നിന്നാണ് ആ കോളിംഗ് വന്നത്. ആ കോളിംഗ് വരുന്നത് കൊണ്ട് തന്നെ അതൊരു ജനറൽ കോളിംഗ് ആണ്. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കോളിംഗ് ഉണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ചിലരുടെ മേൽ സ്പെസിഫിക് കോളിങ്സ് വരും. ചിലർ അപ്പോസ്തലന്മാരായിത്തീരുന്നു, ചിലർ പ്രവാചകന്മാരായിത്തീരുന്നു. വ്യത്യസ്തമാകുന്ന ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് കോളിങ്സ് ഉണ്ട്. ആ സ്പെസിഫിക് കോളിങ്സുമായിട്ടുള്ള ബന്ധത്തിൽ അതോറിറ്റി സ്പെസിഫിക് അതോറിറ്റിയാണ്, പ്രത്യേകമാകുന്ന അധികാരമാണ്. ജനറൽ കോളിങ്ങിൽ ജനറൽ അധികാരം അല്ലെങ്കിൽ ജനറൽ അതോറിറ്റി എല്ലാവർക്കും, രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും അധികാരമുണ്ട്. അതിൽ തന്നെ പ്രത്യേകമാകുന്ന നിയോഗങ്ങൾ ലഭിക്കുന്നവർക്ക്, പ്രത്യേകമാകുന്ന കോളിങ്സ്, സ്പെസിഫിക് കോളിങ്സ് ലഭിക്കുന്നവർക്ക് പ്രത്യേകമാകുന്ന അധികാരമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ മേൽ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാളെ കർത്താവ് വിളിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ മേൽ ആ അപ്പോസ്തോലിന് പ്രത്യേകമാകുന്ന അധികാരമുണ്ട്. അവിടെ ആ അധികാരവും അധികാരം നൽകിയ ആളും തമ്മിലുള്ള അടുപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. യാതൊരു ബന്ധവുമില്ലാതെ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് ഞായറാഴ്ച 2 മണിക്കൂർ ചർച്ചിൽ പോയിരുന്നതിന് ശേഷമായിട്ട് അധികാരം ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ ഫലപ്രദമായെന്ന് വരില്ല. അവിടെ നിങ്ങളുടെ ക്ലോസ്നെസ്, പ്രോക്സിമിറ്റി, അധികാരം നൽകിയ ആ അധികാരസ്ഥനുമായിട്ട്, രാജാതിരാജാവുമായിട്ട് അധികാരം സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിക്കുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. രാജാതിരാജാവിൻ്റെ രാജാവായിട്ട് ഈ ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതിനാൽ, രാജാതിരാജാവിൻ്റെ അംബാസിഡറായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതിനാൽ രാജാതിരാജാവുമായിട്ടുള്ള അടുത്ത ബന്ധം, ആ ബന്ധമാണ് നിങ്ങളിലൂടെ അധികാരം പുറപ്പെടുവാൻ കാരണമായി തീരുന്നത്. അവിടെ ആ അധികാരമുള്ളവർക്കാണ് ദൈവരാജ്യത്തിൽ ശക്തിയുള്ളത്. പരിശുദ്ധാത്മശക്തി ആരുടെ മേലാണ് വ്യാപരിക്കുന്നത്? പരിശുദ്ധാത്മശക്തി ഒരു ദാനമാകുന്നു. പരിശുദ്ധാത്മശക്തി ദാനമാകുന്നു. അവിടെ അധികാരമുള്ളവർക്ക്, ജനറൽ അതോറിറ്റി ആകട്ടെ, സ്പെസിഫിക് അതോറിറ്റി ആകട്ടെ, അതോറിറ്റി കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് അധികാരം സ്വീകരിച്ചവരുടെ മേലാകുന്നു ശക്തി പ്രകടമാകുന്നത്.
അവർ പരിശുദ്ധാത്മാവിനാലുള്ള നിറവ് പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവിനാലുള്ള നിറവ് പ്രാപിക്കുമ്പോൾ അവരിൽ നിന്ന് ശക്തി പുറപ്പെടും. ഇവിടെ വീണ്ടും നിങ്ങളൊരു ചോദ്യം ചോദിച്ചേക്കാം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതോറിറ്റിയും ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു റൂൾ. ഭരിക്കുവാൻ വേണ്ടിയുള്ള അവകാശമാണ് അതോറിറ്റി എന്ന് പറയുന്നത്. പവർ എന്ന് പറയുന്നത്, പവർ ഈസ് ദി എബിലിറ്റി ടു റൂൾ. ഭരിക്കുവാൻ വേണ്ടിയുള്ള ആ കഴിവിനാണ് ശക്തി എന്ന് പറയുന്നത്. അധികാരമുള്ളവർക്ക് ശക്തിയും ആവശ്യമാണ്. പിശാചുമായുള്ള ബന്ധത്തിൽ പിശാചിന് അധികാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമക്കൾ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, യേശുക്രിസ്തുവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ നിങ്ങൾ ജീവിക്കുകയാണ് എങ്കിൽ, വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കുള്ള വ്യക്തമാകുന്ന നമുക്കുള്ള പ്രതലമാകുന്നു. കർത്താവോട് എന്താണ് പറയുന്നത്? 18-ാം വാക്യത്തിൽ 1:18 പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആ താക്കോൽ അധികാരത്തെയാണ് കാണിക്കുന്നത്. താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളുമായുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവരുമായിട്ടുള്ള ബന്ധത്തിൽ പിശാചിന് അധികാരം ഇല്ല. അവർക്കെതിരെ പിശാചിന് അധികാരം ഇല്ല. അവർക്കെതിരെ പിശാചിന് എന്തു മാത്രമേ ഉള്ളൂ? ശക്തി മാത്രമേ ഉള്ളൂ. ആ ശക്തി പ്രായോഗിക തലത്തിൽ അവന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവന് ഒരു ലീഗൽ റൈറ്റ് ലഭിക്കേണ്ടതായിട്ട് വരും. ഒരു ലീഗൽ റൈറ്റ് ലഭിക്കാതെ അവന് ദൈവ പൈതലിനെതിരെ അധികാരം ലഭിക്കുകയില്ല. ദൈവമക്കളുമായുള്ള ബന്ധത്തിൽ അവന് സീറോ അതോറിറ്റി ആകുന്നു. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്കുള്ള പൊസിഷനിൽ നിന്നും നമുക്കത് ഉറപ്പിക്കുവാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിന് ഈ ലോകത്തിൽ അധികാരമൊക്കെ ഉണ്ട്. ഈ ലോകത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവന് എവിടെ നിന്നാണ് ഈ നിലയിൽ ലോകത്തിൻ്റെ മേൽ അധികാരം ലഭിച്ചത്? മനുഷ്യനിൽ നിന്നാണ്. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് കൊടുത്തിരിക്കുന്നതാണ്. മനുഷ്യന് പാർക്കുവാൻ വേണ്ടി മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തതാണ്. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത അധികാരമാണ് പിശാചിൻ്റെ കയ്യിലുള്ളത്. അവനൊരു ബിനാമി എന്ന് വേണമെങ്കിൽ നമ്മുടെ നാട്ടുഭാഷയിൽ, ഇന്നത്തെ ഭാഷയിൽ പറയാൻ കഴിയും. ഒരു ബിനാമിയാണ്. മനുഷ്യനിൽ നിന്ന് അവൻ അധികാരം തട്ടിയെടുത്തിട്ട് അവന് ഇന്ന് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സ്വാധീനം ചെലുത്തുന്നു. എങ്കിലും ദൈവമക്കൾ മനസ്സിലാക്കുക, നിങ്ങൾ കർത്താവുമായിട്ട് അടുത്ത ബന്ധത്തിൽ വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എതിരെ അവൻ അധികാരമില്ല. അവൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ അവനിലുള്ള ശക്തിയെ പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു ലീഗൽ റൈറ്റ് ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ നിങ്ങൾക്കെതിരെ അവൻ്റെ പ്രവൃത്തിയെ അഴിച്ചുവിടുവാൻ കഴിയത്തില്ല. ഈ മേഖലയിൽ ഉള്ള തിരിച്ചറിവോടുകൂടെ അവൻ കൊണ്ടുവരുന്ന തടസ്സങ്ങളെയും അവൻ കൊണ്ടുവരുന്ന ആക്രമണങ്ങളെയും ഒക്കെ എതിർക്കുവാനും കീഴ്പ്പെടുത്തുവാനും വേണ്ടി തയ്യാറാകണം. ഇതൊരു വെളിപ്പാടാണ്. ഈ വെളിപ്പാട് സ്വീകരിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മിൽ നിന്ന് തന്നെ വരുന്ന പിഴവുകൾ, നമ്മിൽ നിന്ന് തന്നെ വരുന്ന അറിവുകേടുകൾ, അതൊക്കെ മുതലെടുത്തുകൊണ്ട് അവൻ ആക്രമണങ്ങൾ അഴിച്ചുവിടുവാനുള്ള സാധ്യതയുണ്ട്. അവൻ എതിർപ്പുകൾ കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട്. അവിടെയും നമുക്കവനെ ആയാസരഹിതമായി കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പ്രതലത്തിലാകുന്നു, അങ്ങനെയുള്ളൊരു സ്ഥാനത്താകുന്നു കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ദൈവശക്തി പുറപ്പെടട്ടെ, ഡ്യൂനാമിസ് പുറപ്പെടട്ടെ, ക്രാറ്റോസ് പുറപ്പെടട്ടെ, ഇസ്കിസ് പുറപ്പെടട്ടെ, എനർജിസ് പുറപ്പെടട്ടെ, എക്സോസിയ പുറപ്പെടട്ടെ. അവൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും തകർക്കുക, ഇല്ലാതെയാക്കുക, ഭരണകർത്താക്കളായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുക. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ അംബാസിഡേഴ്സായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുക.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അത് വളരെ നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നുവാനുള്ള സാധ്യതയുണ്ട്. ദൈവശക്തി, എന്നിൽ ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തി പ്രായോഗിക തലത്തിൽ എനിക്കെങ്ങനെ പുറപ്പെടുവിക്കുവാൻ കഴിയും? ആമുഖ ഭാഗമാണ് ദീർഘമായി സംസാരിക്കേണ്ടതായിട്ട് വന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരം ഒറ്റവാക്കിൽ വേണമെങ്കിൽ പറയുവാൻ കഴിയും. ദൈവശക്തിയെ നിങ്ങൾക്ക് എങ്ങനെ പുറപ്പെടുവിക്കുവാൻ കഴിയും? വിവിധ നിലകളിൽ പുറപ്പെടുവിക്കുവാൻ കഴിയും. അതിനുള്ള എല്ലാ ഉപാധികളും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് ഒരു മേഖലയിലേക്കാകുന്നു. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ദൈവശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഒരു ഉപാധിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? എങ്ങനെ ദൈവശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും? ശബ്ദത്തിലൂടെ, വോയിസ്, ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് ദൈവശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ശബ്ദത്തിലൂടെ. എരിഹോ കോട്ട ഇതാ ഇസ്രായേൽ ജനതയുടെ മുൻപിൽ ഒരു വലിയ പ്രതികൂലമായി നിൽക്കുകയാണ്. കർത്താവ് പറഞ്ഞതെല്ലാം അനുസരിച്ച് അവിടെ അനുസരണം ദൈവശക്തിയെ പുറപ്പെടുവിക്കുന്ന ഒരു ഉപാധിയാകുന്നു. കർത്താവ് പറഞ്ഞത് അതുപോലെ അവർ വിശ്വസിച്ചു. വിശ്വാസമെന്ന് പറയുന്നത് ദൈവശക്തിയെ പുറപ്പെടുവിക്കുന്ന ഒരു ഉപാധിയാകുന്നു. അതിനുശേഷമായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ ആ കോട്ട ഇടിഞ്ഞു വീണതുപോലെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. ശബ്ദം എങ്ങനെയാണ് പുറപ്പെടുവിക്കേണ്ടത്? വെറുതെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുക എന്നതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. വോയിസും ശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. വോയിസും ഹോളി സ്പിരിറ്റ് പവറും തമ്മിൽ ബന്ധമുണ്ട്. ഇതാണ് ഇതിനകത്ത് ഈ കാതലായ ഭാഗത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശബ്ദത്തെ നിസ്സാരമായി കാണരുത്. ശബ്ദവും ഹോളി സ്പിരിറ്റ് പവറും തമ്മിൽ ബന്ധമുണ്ട്. എരിഹോ കോട്ട ഇടിഞ്ഞു വീണപ്പോൾ അവിടെ ശബ്ദത്തെ ദൈവം ഉപയോഗിച്ചു. യഹോശഫാത്തിൻ്റെ സമയത്ത് രാജ്യത്തിന് വിരോധമായി 3 രാജ്യങ്ങൾ അണിനിരുന്ന സന്ദർഭത്തിൽ അവരെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ഈ ജനം ഒരുമിച്ച് ആരാധിക്കുന്നു. അവർ ശബ്ദം ഉണ്ടാക്കുകയാണ്. ആ ശബ്ദം ആ വിജയത്തിന് ഒരു കാരണമായി തീർന്നു. പൗലോസും ശീലാസും തടവറയിലായിരുന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ അന്ന് രാത്രിയിൽ അവർ പ്രാർത്ഥിച്ച് പാട്ടുപാടുവാൻ തുടങ്ങി. അവരുടെ വായിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടപ്പോൾ ഹോളി സ്പിരിറ്റ് പവർ റിലീസായി പുറപ്പെട്ടു. തടവറ കുലുങ്ങി, അവരുടെ കയ്യിലുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീണു, കാലുകൾ സ്വതന്ത്രമായി, വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു. ശബ്ദവും പരിശുദ്ധാത്മശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മശക്തിയെ പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനേകം ഉപാധികൾ വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ശബ്ദത്തിലൂടെ എങ്ങനെ? ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ശക്തിയെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ശക്തിയെ നമുക്ക് സംഭരിക്കുവാൻ കഴിയും. വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ, നമ്മുടെ ആത്മാവിലാകുന്നു പരിശുദ്ധാത്മാവ്. അപ്പോൾ ശക്തി നമ്മുടെ ആത്മാവിലാകുന്നു. ആ ആത്മാവിൽ നിന്ന് പ്രായോഗിക തലത്തിലേക്ക് ശക്തിയെ പുറപ്പെടുവിക്കുവാൻ വേണ്ടി നമുക്ക് ശക്തിയെ സംഭരിക്കുവാൻ കഴിയും. ദൈവദാസന്മാർ ശുശ്രൂഷയ്ക്ക് മുന്നമേ അവർ പ്രാർത്ഥിക്കും. വളരെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ചാണ് അവർ വന്നതിന് ശേഷമായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ അവരിൽ നിന്ന് ശക്തി റിലീസാകുകയാണ്. ഞാൻ ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വാക്കുകളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്വീകരിക്കണമെന്ന് വിനയപുരസ്സരം ഓർപ്പിക്കുകയാണ്. സംഭരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ശക്തി സംഭരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ അത് വ്യക്തമാക്കണമെന്ന് എനിക്കറിയത്തില്ല. ഒരു ദൈവദാസൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് കരുതുക. അദ്ദേഹം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു, 3 മണിക്കൂർ 6 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്നു. 12 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ ഇന്നുണ്ട്. ശുശ്രൂഷയ്ക്ക് മുന്നമേ, അവരുടെ പകൽക്കാലത്തെ ശുശ്രൂഷയ്ക്ക് മുന്നമേ തലേരാത്രിയിൽ 12 മണിക്കൂർ വരെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവർ 12 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? അവർ ശക്തിയുടെ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുകയാണ്. അതിനുശേഷമായി അവർ പോയി ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്.
മാത്രമല്ല, പ്രാർത്ഥനയിലൂടെ തന്നെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. 2, അന്യഭാഷയിലൂടെ നിങ്ങൾക്ക് ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. നിങ്ങൾ അന്യഭാഷ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ശക്തി റിലീസാകും. അന്യഭാഷയിൽ തനിയെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ശക്തിയെ സംഭരിക്കുവാൻ കഴിയും. എന്നാൽ ചില പ്രത്യേക സന്ദർഭത്തിൽ, ചില പ്രതിസന്ധികളുടെ മുൻപിൽ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ശക്തി പുറപ്പെടും. ശബ്ദത്തിലൂടെ ശക്തി പുറപ്പെടും. മറ്റൊന്ന്, കൽപ്പനകളിലൂടെ, യേശുവിൻ നാമത്തിൽ ചില കൽപ്പനകൾ പുറപ്പെടുവിക്കുമ്പോൾ. ഏലിയാവ് ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. അദ്ദേഹം പറഞ്ഞ ആ കൽപ്പനയിലൂടെ ദൈവശക്തി പുറപ്പെടുകയാണ്. കൽപ്പനയിലൂടെ ദൈവശക്തിയെ നിങ്ങൾക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. ചില ഡിക്ലറേഷനിലൂടെ, പ്രഖ്യാപനങ്ങളിലൂടെ നിങ്ങൾക്ക് ദൈവശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ചില വിളംബരങ്ങളിലൂടെ നിങ്ങൾക്ക് ദൈവശക്തിയെ, ചില പ്രൊക്ലമേഷൻസിലൂടെ നിങ്ങൾക്ക് ദൈവശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ദൈവശക്തി സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഭരണശാല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു. ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുന്നതിലൂടെ ശക്തിയെ നിങ്ങൾക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. ഇവിടെ എല്ലാം ശബ്ദമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റവാക്കിൽ പറയുന്നത്, ശക്തിയെ പുറപ്പെടുവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ശബ്ദം. പ്രാർത്ഥനയിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. അന്യഭാഷയിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. കൽപ്പനയിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. വിളംബരത്തിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. പ്രഖ്യാപനത്തിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. നിങ്ങൾ ദൈവവചനം ഏറ്റു പറയുന്നതിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുക, ഈ ദിനങ്ങളിൽ നിങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ, ദൈവശക്തി പുറപ്പെടട്ടെ. എരിഹോ കോട്ടകൾ തകരട്ടെ, തടവറകൾ തകരട്ടെ, ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ. ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുമ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ടത്, ആരാധനയിലൂടെ ദൈവശക്തിയെ നിങ്ങൾക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും? ശബ്ദത്തിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ശബ്ദം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും? പ്രാർത്ഥനയിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. അന്യഭാഷയിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. കൽപ്പനയിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. വിളംബരത്തിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ചില പ്രഖ്യാപനങ്ങളിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ദൈവവചനം ഏറ്റു പറയുന്നതിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ആരാധനയിലൂടെ, ഹല്ലേലൂയ, ഉയർന്ന തലത്തിൽ ആരാധനയിൽ കയറുകയാണെങ്കിൽ ആരാധനയിലൂടെ നിങ്ങൾക്ക് ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വിശ്വാസത്തോടുകൂടെ വാതുറന്ന് ചില കാര്യങ്ങൾ വിളിച്ചു പറയുക. ഈ നിമിഷത്തിൽ തന്നെ ദൈവശക്തി നിങ്ങളുടെ അധരത്തിലൂടെ പുറപ്പെടുകയാണ്. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂനാമേസ് ഇവരിലൂടെ പുറപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ക്രാറ്റോസ് ഇവരിലൂടെ പുറപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഇസ്കിസ് ഇവരിലൂടെ പുറപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ എനർജസ് ഇവരിലൂടെ പുറപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ എക്സോസിയ ഇവരിലൂടെ പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുൻപിൽ നിൽക്കുന്ന എരിഹോ കോട്ടകൾ തകരട്ടെ. തടവറകൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കപ്പെടട്ടെ. അവസരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും അവസരങ്ങൾ ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുഴിയിൽ കിടക്കുന്ന ചിലതിനെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തുവാൻ വേണ്ടി ഉപയോഗിക്കണമേ. ചില ടെറിറ്ററികളുടെ മേൽ ഭരണം നടത്തുവാൻ വേണ്ടി ഈ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണമേ. അവരിലുള്ള കഴിവുകളെ പ്രാപ്തിയോടുകൂടെ പ്രകടിപ്പിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ സമയത്ത് കർത്താവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളുടെ പിന്നിലുള്ള ദുരാത്മാക്കൾ ശരീരങ്ങൾ വിട്ട് പുറത്തു പോകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കടുത്ത വേദനകൾ യേശുവിൻ നാമത്തിൽ ശരീരം വിട്ട് പുറത്തു പോകട്ടെ.
എല്ലാ ലങ്സ് സംബന്ധമാകുന്ന രോഗങ്ങളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിൻ്റെ പിന്നിലുള്ള ദുരാത്മാക്കൾ യേശുവിൻ നാമത്തിൽ ശരീരം വിട്ട് പുറത്തു പോകട്ടെ. യേശുവിൻ നാമത്തിൽ കേടുവന്ന കിഡ്നികൾ പുനഃസൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യെസ് ലോർഡ്. അവയവങ്ങളുടെ മേൽ വിടുതലുകൾ സംഭവിക്കട്ടെ. രോഗശക്തികളെ വെട്ടുന്നു യേശുവിൻ നാമത്തിൽ. നിങ്ങളുടെ കയ്യിലും വചനമെന്ന വാളുണ്ട്, വെട്ട്. യേശുവിൻ നാമത്തിൽ എല്ലാ രോഗശക്തികളെയും വെട്ടുന്നു. ഈ പ്രിയപ്പെട്ടവർ സ്വതന്ത്രരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ വഴിമാറിപ്പോകട്ടെ. പ്രതിസന്ധികൾക്ക് കാരണമാകുന്ന ശക്തികൾ ഇപ്പോൾ കീഴ്പ്പെടട്ടെ. ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. ദുഷ്ടശക്തികളെ യേശുവിൻ നാമത്തിൽ കാൽക്കീഴയാക്കുന്നു, ചതച്ചു കളയുന്നു, ഇല്ലാതെയാക്കുന്നു. യേശുവിൻ നാമത്തിൽ നിലനിൽക്കുന്ന വിജയത്തെ പുറപ്പെടുവിച്ച് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് കർത്താവേ ജോലിയുടെ വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രകൾ തടസ്സപ്പെട്ടവർ, അവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ, വലിയ അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഈ സന്ദേശം ദയവായിട്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. മാത്രമല്ല, ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.